ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്ത് തുടങ്ങുന്ന സ്ത്രീകൾ ഒരു 5-6 മാസമായിട്ട് നമുക്ക് പ്രഗ്നൻസി ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ കണക്കിലെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഈ ഓരോ ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ശരീരം തന്നെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കും. നമുക്കൊരു അമ്മയാകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, കുഞ്ഞിനെ ഒന്ന് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, കുഞ്ഞിനെ ഒന്ന് ഡെവലപ്മെൻറ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിലുണ്ടോ എന്ന് നമ്മുടെ ശരീരം തന്നെ ഓരോ ലക്ഷണങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ വെറുതെ ഇങ്ങനെ നെഗ്ലക്റ്റ് ചെയ്ത് നമ്മൾ വിടുന്ന ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ അബ്നോർമാലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസസോ അല്ലെങ്കിൽ രോഗാവസ്ഥയോ നമുക്കുള്ളതിൻ്റെ ലക്ഷണങ്ങളും കൂടിയായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും സിംറ്റംസും ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് വിദഗ്ധമായ ഒരു പരിശോധന നടത്തി അതിനനുസരിച്ചിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള മെഡിസിൻസ് എടുക്കുക കേട്ടോ. ഈ മെഡിസിൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസിനെ ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോയിട്ട് പ്രഗ്നൻ്റ് ആകാനായിട്ട് എളുപ്പം സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് അവളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻസിൻ്റെ ന്യൂട്രിയൻസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ഫോളിക് ആസിഡ്, അയൺ, അതുപോലെ വിറ്റമിൻ ഡി, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ ആ ഒരു പ്രഗ്നൻ്റ് ആകുന്നതിനും ആ ഒരു കുഞ്ഞിനെ ഒന്ന് നറീഷ് ചെയ്യുന്നതിനും ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന വിറ്റമിനുകളും അതുപോലെ വിറ്റമിൻ ഡിയുടെ കണ്ടൻറ്റും ഒക്കെ. ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് എക്സ്ട്രീമായിട്ട് തളർച്ച വരിക, തളർച്ചയിൽ നമുക്ക് ക്ഷീണം, എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു മടി നമുക്ക് കൂടുതലായിട്ട് വരിക, അല്ലെങ്കിൽ അത് ഒന്നാമത്തെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എക്സസ് ആയിട്ട് മുടി കൊഴിയുന്നതായിട്ട് തോന്നുക. നമുക്ക് കുറച്ച് സമയങ്ങളിൽ, നമ്മുടെ ഒരു വർഷത്തിൽ കുറച്ച് സമയങ്ങളിലൊക്കെ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകുന്നതും അതുപോലെ തന്നെ മുടി വളരുന്നതും ഒക്കെ ഒരു ശരീരത്തിൽ നടക്കുന്ന ഒരു മാറ്റമാണ്. അതല്ലാതെ നമുക്ക് എപ്പോഴും മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നു, ഒരു വർഷത്തിൽ എല്ലാ തവണയും നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ എന്തെങ്കിലും ഒരു കാൽസ്യത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ വിറ്റമിൻ ഡിയുടെ കുറവോ ഒക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കോൺസിക്വൻ്റ് ആയിട്ട് ബാക്ക് പെയിൻ ഉണ്ടാവുക, എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമല്ല നിൽക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കുമ്പിട്ടൊരു കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ബാക്ക് പെയിൻ അനുഭവപ്പെടുന്നതൊക്കെ നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത്തരത്തിലുള്ള വിറ്റമിനുകൾ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങളിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന നമ്മുടെ കഴുത്തിൻ്റെ ഇടുക്കിലും അതുപോലെ നമ്മുടെ മൂക്കിന് വശവും നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലും നമുക്ക് ഈ ഒരു നമുക്ക് പാടുകൾ അനുഭവപ്പെടുക. കണ്ണിന് ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള ഭാഗത്ത് അതുപോലെ നമ്മുടെ മൂക്കിന് ഇടുക്കിലുള്ള ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഡാർക്ക് കറുത്ത കളറിലുള്ള പാടുകളൊക്കെ നമുക്ക് അനുഭവപ്പെട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്കുണ്ടാവുന്നത് ഒന്നുകിൽ നമ്മൾ അനീമിക് ആവുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൊണ്ടോ നമ്മളിലുണ്ടാകുന്ന ഉറക്കക്കുറവ് കൊണ്ടോ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ വ്യത്യാസം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുഖത്ത് അനുഭവപ്പെടുന്ന വിളർച്ച. ചിലർ നമ്മളെ കണ്ടിട്ട് പറയില്ലേ, ഭയങ്കര ഡള്ളായിട്ട് മുഖം ഫീൽ ചെയ്യുന്നു, മുഖത്തൊരു പ്രസരിപ്പില്ല, ഒരു തുടിപ്പില്ല, അല്ലെങ്കിൽ തുടിപ്പില്ലെങ്കിൽ കൂടി തന്നെ ഓരോ സമയം നമ്മളെ കാണുമ്പോൾ നമ്മുടെ മുഖം എന്തെങ്കിലും ഡള്ളായിട്ടിരിക്കുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറില്ലേ. നമ്മളിപ്പോൾ കുറേ നേരം ഉറങ്ങിയിട്ട് എണീക്കുമ്പോഴോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്തിട്ടോ ആണ് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അതിനൊരു ഉത്തരവുണ്ട്, ഞാൻ ഇത്ര നേരം വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് കിടന്നിട്ട് എണീറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് പറയാം. എന്നാൽ ഇതല്ലാതെ നമ്മളെ കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമ്മൾ അനീമിക് ആവുന്നത് പോലെയുള്ള ലക്ഷണങ്ങളോ നമുക്കുണ്ടെങ്കിൽ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളിൽ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങളും കൂടി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എനിക്ക് കാണുന്നുണ്ട്, ഇതെനിക്ക് എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല എന്ന് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളിലുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി ആണ് അല്ലെങ്കിൽ ഏത് വിറ്റമിൻ്റെ കുറവാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അത് റെക്ടിഫൈ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ, ഫോളിക് ആസിഡ്, അതുപോലെ തന്നെ കാൽസ്യം, അയൺ, ഇങ്ങനെയുള്ള കാൽസ്യം, വിറ്റമിൻ ഡി, ഇതെല്ലാം തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന വിറ്റമിൻസ് ആണ്. ഈ വിറ്റമിൻസിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗിനും നമ്മുടെ ഓവറീസിനും നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിനും നമ്മുടെ യൂട്രസിനും ഒക്കെ പ്രവർത്തനങ്ങളെ ഇത് ഒരു ഭാഗത്ത്
ഭാഗത്ത് ഒന്ന് അഫക്റ്റ് ചെയ്യുന്നതിന് ഇത് കാരണമാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് പ്രഗ്നൻ്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ഒരു എൻറ്റയർ ആ ഒരു പ്രഗ്നൻസി ടൈം മൊത്തം ഡോക്ടേഴ്സ് വിറ്റമിൻസിൻ്റെ മെഡിസിൻ കൊടുക്കുന്നത്. കാരണം ആ ഒരു കുഞ്ഞിന് ആ ഒരു സമയത്ത് ഗ്രോ ആകുന്നതിന് ഇതെല്ലാം ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കാരണം കുഞ്ഞിൻ്റെ അമ്മയുടെ ശരീരത്തിൽ നിന്നാണല്ലോ ഇതെല്ലാം കുഞ്ഞിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇതെല്ലാം എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് നമുക്കുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞു, പക്ഷേ ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിനോ കെമിക്കൽ മിസ്കാരേജ് ഉണ്ടാകുന്നതിനോ അത് കാരണമാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഡോക്ടറെ കാണുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ പീരിയഡ് സൈക്കിളിൻ്റെ ലെങ്ത്തിനെ പറ്റിയിട്ടാണ്. പീരിയഡ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഒരു 22 ദിവസത്തിനേക്കാളും കുറവാണെങ്കിൽ, 40 ദിവസം ആ ഒരു റേഞ്ചിലൊക്കെയാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ അതിന് നമുക്ക് ഇറഗുലർ പീരിയഡ്സ് എന്നുള്ളൊരു കാറ്റഗറിയിൽ മാത്രമേ പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഒരു മാസത്തിൽ 2 തവണ പീരിയഡ്സ് ആവുക, അല്ലെങ്കിൽ നമുക്ക് പീരിയഡ്സ് ആകുന്ന ഡേറ്റ് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കാതെ വരിക. അതായത് ഒരു മാസം 28 ആണെങ്കിൽ അടുത്ത മാസം 35, അടുത്ത മാസം 40, പിന്നെ 29, അങ്ങനെയുള്ള ഒരു രീതിക്ക് നമുക്ക് പീരിയഡ്സ് പോകുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നിങ്ങളിൽ എന്തെങ്കിലും ഒരു ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത്. ഒന്നുകിൽ PCOD, അല്ലെങ്കിൽ തൈറോയ്ഡ്, അല്ലെങ്കിൽ ഓവർ വെയ്റ്റ്, അല്ലെങ്കിൽ അണ്ടർ വെയ്റ്റ്. ഈ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ ഉള്ളത് കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് മൂലമായിരിക്കും നിങ്ങൾക്ക് ഇറഗുലർ പീരിയഡ്സ് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പീരിയഡ് സൈക്കിളിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഫ്ലോ വരുന്നത്. ഓവർ ബ്ലീഡിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര വേദനയുണ്ടോ, ക്ലോട്ട്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് വേദനയും അതുപോലെ ഒരുപാട് ക്ലോട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനർത്ഥം എന്തെങ്കിലും ആയിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് പ്രശ്നങ്ങൾ, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും അങ്ങനെ ഉണ്ടാകും. നമുക്ക് നോർമലായിട്ട് മെൻസ്ട്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് ബ്ലീഡിങ്ങും അതുപോലെ വേദനയും ഉണ്ടാകുന്നത് നോർമലാണ്. പക്ഷേ എക്സസ് ആയിട്ടുള്ള വേദന, അതായത് 1, 2, 3 പെയിൻ കില്ലറൊക്കെ കഴിക്കുന്നവരുണ്ടാകും ഓരോ നേരം വെച്ചിട്ട്. അത്രമാത്രം വേദനകൾ നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊരു ചെക്കപ്പ് നടത്തി കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ശരീരഭാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ ഉയരത്തിനനുസരിച്ചിട്ടും നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടുമുള്ള ശരീരഭാരമായിരിക്കണം നമുക്ക് വേണ്ടത്. അതിനേക്കാളും ഒരു 2 കിലോ ഒക്കെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഓവർ വെയ്റ്റ് ആണ് എന്നാണ്. നമ്മളിൽ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ശരീരഭാരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലുകൾക്കും അതുപോലെ തന്നെ മസിൽസിനും നമ്മുടെ ഹോർമോൺ വ്യതിയാനങ്ങളും അതിനനുസരിച്ചിട്ട് ഉണ്ടാകും. ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസസ് പ്രശ്നമാണ് PCOD എന്ന് പറയുന്നത്. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ഓവർ വെയ്റ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇത്തരത്തിലുള്ള രോഗാവസ്ഥ നമുക്കുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരഭാരം എങ്ങനെയാണ്? നിങ്ങൾ ഓവറായിട്ടുള്ള വെയിറ്റ് ഉള്ളവരാണോ, അല്ലെങ്കിൽ നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണോ? നിങ്ങളുടെ ഏജിനനുസരിച്ചിട്ടും നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ടും വെയിറ്റ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണെന്നാണ്. ഇത്തരത്തിലുള്ള അണ്ടർ വെയിറ്റ് ആയവർക്കും നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ പീരിയഡ് സൈക്കിളിൻ്റെ ലെങ്ത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓവുലേഷൻ ദിവസം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ ഒന്നുകിൽ നമ്മളുടെ ശരീരം നമുക്ക് കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തരും. അതായത് നമ്മുടെ ബ്രസ്റ്റിൽ ചേഞ്ചസ് വരിക, നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാവുക, നമ്മുടെ മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, നമുക്ക് സെക്സ് ചെയ്യാനായിട്ടുള്ള താല്പര്യം കൂടുതലായിട്ട് വരിക. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും. എന്നാൽ ഈ വ്യത്യാസങ്ങളൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഡേറ്റിൽ തന്നെയാണോ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടും കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്ന് ഡോക്ടറെ കാണാം കേട്ടോ. കാരണം കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്ന ദിവസം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ആ ഒരു സൈക്കിൾ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് മിസ്സായി പോകും. ഓവുലേഷൻ നടക്കുന്നതിന് ഏകദേശം ഒരു 3 ദിവസം മുൻപും 2 ദിവസം ശേഷവും ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത നമുക്ക് വളരെയധികം അങ്ങോട്ട് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഓവുലേഷൻ ഡേയ്സ് ആണ്. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരാനായിട്ട് സാധ്യതയുള്ള ഓരോ കാര്യങ്ങളുമാണ്, ഓരോ ടോപ്പിക്കുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളോ ഇത്തരത്തിലുള്ള ശരീരത്തിലെ മാറ്റങ്ങളോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണുക. PCOD ഉള്ളവരാണെങ്കിലും തൈറോയ്ഡ് ഉള്ളവരാണെങ്കിലും കുറച്ച് നാളേക്കൊന്ന് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ വിറ്റമിൻസിൻ്റെ മെഡിസിൻസ് ഒക്കെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ കണ്ടിട്ട് ഈ വ്യത്യാസങ്ങളെല്ലാം നമ്മൾ മൈൻഡ് ചെയ്യാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകും തോറും നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൂടിയതായിട്ട് എടുക്കേണ്ടി വരുന്നു. കൂടിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആകുമ്പോൾ വിറ്റമിൻ ഡിയുടെ ഒക്കെ കുറവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവന്ന് ചെന്ന് എത്തിക്കും.
ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. അപ്പോൾ ചെറിയ ചെറിയ ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഫസ്റ്റ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇതെല്ലാം കണ്ടുപിടിച്ച് നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നാളത്തെ മെഡിസിൻ മാത്രം എടുത്തിട്ട് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.